ഞാൻ എത്ര സ്വാതന്ത്ര്യമുള്ള ആളാണെന്ന് പറയുമ്പോഴും അന്യരാജ്യത്തേക്ക് പോകുമ്പം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ ഉടുപ്പ് ഒരു സകലതും പരിശോധിക്കും. ജീവിതത്തിനെ രണ്ടാമതൊന്ന് പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത മനുഷ്യരാണ് ആയിരിക്കുന്നത്. അന്ന് വരെ ഞാൻ മൈത്രേന ശോഭിച്ച മുഖമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ചിരിച്ചുകൊണ്ട് മാത്രം എന്തിനെ നേരിടുന്ന ഒരാൾ, അതെന്താ അന്ന് മാത്രം ദേഷ്യം വന്നേ? പള്ളിയിൽ അച്ഛൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. നമ്മളൊരു മതവിശ്വാസി ആയിരിക്കുന്ന ആളുമായിട്ട് ഒരു ഡിസ്കഷൻ എനിക്കില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ പെട്ടുപോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അയാളെ അച്ഛനെന്നൊക്കെ വിളിക്കണ്ടേ? എനിക്കെന്താണ് അയാളെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം? ക്ഷോഭ ഒന്നും കാണിക്കരുതെന്ന ആൾക്കാർ ഈ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഈ അടിമകളുടെ മൂല്യമാണ്. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കൈകാര്യം ചെയ്യാൻ പരുവത്തിൽ ഇരുന്ന് കൊടുക്കണം എന്നുള്ളതാണ് ഈ പഠിപ്പിക്കുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും പാടില്ല. എന്താണ് ഈ സുപ്രീം? ജനാധിപത്യത്തിനകത്ത് എന്ത് സുപ്രീമാണ്? ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ്, ബ്രിട്ടീഷുകാരുടെ രാജാക്കന്മാരുടെയും കാലത്തുള്ളതാണ് ഈ സുപ്രീം കോടതിയൊക്കെ. അങ്ങനൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ അഴിക്കേണ്ടതുണ്ട്. വീട് തൊട്ട് ഭരണ സംവിധാനം വരെ അഴിച്ച് പുതിയ രീതിയിലെ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത്. ഈ ലോകത്തിന് ഏറ്റവും രസകരമായി അനുഭവിക്കുന്നതിനെ പറ്റി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്പിരിച്വൽ എന്ന ആളുകൾ പറയുന്ന ഒരു ഏരിയക്കകത്ത് പോലും ഞാൻ അവരുമായിട്ട്, അത് ബുദ്ധൻ സഹിതം ഇനി അറ്റത്ത് നാരായണഗുരു വരെ ഞാൻ ഒരുപോലെ ഉപേക്ഷിച്ച ആൾക്കാർ. മൈത്രേയനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് മൈത്രേയൻ. ശരിക്കും ഈ സാമൂഹ്യ സേവനത്തിൽ നിന്ന് വിരമിച്ചു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നിരന്തരമായി വീഡിയോകൾ പ്രത്യക്ഷപ്പെടുക, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ചിലയിടങ്ങളിലൊക്കെ ദേഷ്യപ്പെടേണ്ടി വരുമ്പോൾ പോലും വീണ്ടും അത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തി മുന്നോട്ട് പോവുക. ഇതൊരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയായിട്ട്, അതായത് സോഷ്യൽ മീഡിയ കൃത്യമായി വിനിയോഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൈത്രേൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഒരു പ്ലാനും ചെയ്യാതാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഞാൻ എഴുതുകയും പടം ഇടുകയൊക്കെ ചെയ്യും, അവിടെ ഒരു ഡയലോഗ് നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിനകത്ത് ഒരു ഇൻ്റർവ്യൂ വന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആളുകൾ എനിക്കും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് കപ്പ ടി വിക്കകത്ത് ഇൻ്റർവ്യൂ ഹാപ്പിനെസ് പ്രോജക്റ്റിനകത്ത് വരുന്നത്. ധന്യവർമ്മയുടെ ഒരു രീതി കൊണ്ട് എനിക്ക് അന്ന് പറയാൻ തോന്നിയതും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അത് ഇതുപോലെ ഒരു സിനിമയുടെ ലോകത്തായിരുന്നു. അത് സിനിമാക്കാരായിരിക്കുന്ന ആൾക്കാരായിരുന്നു അതിനകത്ത് കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അത് ആളുകൾ പറയുന്ന വൈറലോ ക്ലിക്കായി. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കൊണ്ട് വേറെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വരിക എന്ന് പറയുന്നത് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ സംഭവിച്ചു. ഈ സമയത്താണ് ശബരിമല ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വി ദ പീപ്പിൾ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് നമ്മളുണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഞാനതിനകത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് ഒരു സജഷൻ, നമുക്ക് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്, വേറെ ഒരു തരത്തിലും ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ ആ സുഹൃത്തുക്കളായിരുന്നവർ ചെയ്തൊരു പണിയാണ് എന്നെ ആ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി. അപ്പം ഞാനത് വളരെ റെസിസ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. ഞാനങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ രണ്ടാം തരം പൗരനും മൂന്നാം തരം പൗരനൊക്കെ ആയിട്ടിരുന്നോളാം, അങ്ങനെയായിരുന്നു. യൗവനമുള്ളവർ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സപ്പോർട്ടീവ് റോളിനകത്ത് നിന്നാൽ മതി എന്ന് തീരുമാനിച്ച് ജീവിക്കുന്ന കാലവും അതിപ്പോഴും ആ ലെവലിൽ അതിനകത്ത് അങ്ങനെ തന്നെയാണ്. അത് ചെയ്തോടെ ഞാൻ ഈ തിരിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ വന്നു എന്ന് ആളുകൾ തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ടായി. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ബിജു മോഹനാണ് ഞാൻ ആ മൂവ്മെൻറ്റിനകത്ത്. അപ്പോൾ അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു 3 ദിവസം ഞാൻ നിരാഹാരം, അത് ഞാൻ ആർക്കും എതിരെയോ സെക്രട്ടേറിയറ്റിനെതിരെയോ ഒന്നുമല്ല, ആളുകളെ കാത്തു കിടക്കുന്നത് നിരാഹാരം ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഒരു ഇതുണ്ടായി, ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ്. അന്ന് വലിയൊരു മീറ്റിംഗ് ആയിരുന്നു അവിടെ നടന്നത്, വി ദ പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് വിഷയം സംസാരിക്കാനായിട്ട് ബിജു ഒരു കൂട്ടുകാരനെയും വിളിച്ച് എന്നെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ അന്നത്തെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യം അയാൾ സാധാരണഗതി കേൾക്കാത്ത ഒരു മേഖലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെയൊക്കെ ലോകമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് അയാൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അയാൾ ചോദിച്ചു, ഞാൻ ഒന്നുകൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അടുത്ത ദിവസം വീണ്ടും അയാൾ വന്ന്. അപ്പോൾ വേറെ വിഷയമാണ് സംസാരിച്ചത്. അത് കണ്ടപ്പോൾ അയാൾക്ക് അപ്പോൾ അന്ന് ബിജുവിന് ഒരു 30,000 കണ്ട് വ്യൂവർഷിപ്പൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഞാൻ ആ സംസാരിച്ച സാധനങ്ങളെല്ലാം അയാൾ വലിയ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി. അതുകൊണ്ട് അയാൾ സ്ഥിരമായിട്ട് എന്നെ പല വിഷയങ്ങളായിട്ട് സംസാരിക്കുന്നതിനായിട്ട് എനിക്ക് താല്പര്യമുള്ളത് അറിയുന്നതായിട്ടുള്ള മേഖലകൾ വർക്ക് ചെയ്തതിനെ പറ്റിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഒരു തുടക്കം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിൽ എൽബഗ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടർ അവരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട്
ഇപ്പം ഞാനൊരു യുക്തിവാദിയാണെന്നോ അല്ലെങ്കിൽ എത്തിസ്റ്റാണെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനൊരു രാഷ്ട്രീയ ജനാധിപത്യത്തിനകത്ത് നമുക്ക് ശാസ്ത്രമാണ് നമ്മൾ ചിന്തിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ എന്നുള്ളതല്ലാതെ ഞാനൊരു ഡിക്ലെയർഡ് എന്താണ് യുക്തിവാദി ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് സത്യത്തിൽ വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നില്ല. ശാസ്ത്രീയമായി ലോകത്തിനെ കാണുകയും അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുക, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ യുക്തിവാദി സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഡേ ടു തിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായി. അത് തൃശ്ശൂരുണ്ടായത്. അപ്പോൾ ഇവരെല്ലാവരും നിരന്തരം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവർ സാധാരണ പറയാത്ത മറ്റ് മേഖലകളിലുള്ള വിഷയങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയും ഞാനതിനൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയുകയും ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ചയും ഉണ്ടായി. ഇത് ഞാൻ പ്ലാൻ ചെയ്തതോ, ഞാൻ ഇതുവരെ തന്നെത്താൻ ഒരു എന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ആരുടെതും പോയിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പറയാൻ അല്ലെങ്കിൽ തന്നെത്താനൊരു സാധാരണ ഇപ്പം യൂട്യൂബ് ഇതിലുണ്ടല്ലോ റീൽസൊക്കെ ഇടാമല്ലോ, ഇതൊക്കെ ഞാനതൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫോണിനകത്തൂടെ ഒരിക്കലും സംസാരിക്കുന്ന ആരോടെ ഒരു ലൈവ് ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹിക പ്രവർത്തനമോ ഞാൻ ആരംഭിച്ചിട്ടില്ല. പക്ഷെ അത് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഒരു 24 സംസാരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ, പള്ളിയിലച്ഛൻ സംസാരിക്കുമ്പോൾ മൈത്രേയൻ ശരിക്കും ദേഷ്യപ്പെടും. അന്ന് വരെ ഞാൻ മൈത്രേയനെ ഇങ്ങനെ ശോഭിച്ച മുഖമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം എന്തിനെ നേരിടുന്ന ഒരാൾ, അതെന്താ അന്ന് മാത്രം ദേഷ്യം വന്നേ? പള്ളിയിലച്ഛൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ അവിടെ സംസാരിക്കാൻ പോകുമ്പോൾ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തത് ഈ ലിവിങ് ടുഗദറും അല്ലാത്ത വിവാഹിതരുമായ ആൾക്കാരുടെ ഒരു ഡിസ്കഷനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ജയശ്രീ ഞാനും കൂടെ പബ്ലിക്കായിട്ടൊരു ഫോറത്തിൽ വരുന്നത്, ഞാൻ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജയശ്രീയും സംസാരിച്ചിട്ടുണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു 12 വർഷം കഴിഞ്ഞ്, 12 അല്ല 14 വർഷമായി. അപ്പോഴാണ് അങ്ങനെ. അപ്പോൾ ജയശ്രീ വരുമെന്ന് അവർ പറഞ്ഞ് ജയശ്രീ വരും. അപ്പം ജയശ്രീ വരുന്നെങ്കിൽ പിന്നെ ഞാനും കൂടെ സംസാരിക്കാം. അപ്പം അതൊരു ലൈവ്ലി ആയ ഒരു കാര്യം ഉണ്ടാകും. അപ്പോൾ എനിക്കാണെങ്കിൽ അരുണിനെയോ ഇവരെ ആരെയും അറിഞ്ഞൂടാ. 24 ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ആ ടെലിവിഷനെ പറ്റി ഒന്നും എനിക്കൊരു ധാരണയില്ല. കാരണം ഞാൻ അതിൻ്റെ ലോകത്തേ ഇല്ല. അപ്പം ജയശ്രീ വരുന്നു, അതിൻ്റെ കൗതുകം, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അപ്പുറത്തൊരു കപ്പിള് വരും, വിവാഹിതരായ ഒരു കപ്പിളായിരിക്കും വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ആദ്യത്തെ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ വന്നത് രണ്ടുപേർ തമ്മിലൊരു ബന്ധമില്ലാത്ത രണ്ടുപേരും ആദ്യം വന്നു. വിവാഹിതയായ ഒരു സ്ത്രീയും പള്ളിയിലെ അച്ഛനും. അപ്പം ഞാൻ ഈ പള്ളിയിലെ അച്ഛനോ എൻ്റെ ഒരു മറുവശത്തുള്ള ആളല്ല. ശാസ്ത്രീയമായിട്ടോ ജനാധിപത്യപരമായിട്ടോ ചിന്തിക്കുന്ന വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് കൂടുതൽ പറയാനോ സംസാരിക്കാനോ ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനല്ലാതെ ഒരു പള്ളിയിലച്ഛനുമായിട്ട് ഞാനൊരു ഡയലോഗിന് തയ്യാറല്ല. സ്വാഭാവികത ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് എണ്ണിക്കുകയാണ് ഞാൻ, എൻ്റെ ഒരു സ്പിരിറ്റിലാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ അല്ലാതെ അപ്പോൾ ഇത്രയും പേര് ആ പ്രോഗ്രാം മുഴുവൻ അങ്ങ് അസ്തമിച്ചു പോകും. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് എഗ്രി ചെയ്തതാണ് സംസാരിക്കാവുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത അപ്പുറത്ത് വന്നിരിക്കുന്ന അവർ തമ്മിലൊരു ബന്ധമില്ല, ഒരു കപ്പിളല്ല. അപ്പോൾ അത് തുടങ്ങുന്ന അപ്പോൾ ഒരു അച്ഛനോട് എന്തെങ്കിലും വ്യക്തിപരമായ വല്ല വിരോധം എനിക്കുണ്ടോ? ഒന്നുമില്ല. നമ്മളൊരു മതവിശ്വാസിയായിരിക്കുന്ന ആളുമായിട്ട് ഒരു ഡിസ്കഷൻ എനിക്കില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ പെട്ടുപോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരു അച്ഛനാകുന്ന ആൾ ഏതെങ്കിലും ചിലപ്പോൾ വിവാഹിതരായ അച്ഛന്മാരുണ്ട്, അതുകൊണ്ട് ഞാൻ അതിനകത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിവാഹിതരാണോ? അപ്പോൾ അവരുടെ ഒരു അനുഭവജ്ഞാനത്തിൻ്റെ ഒരു മേഖലയുണ്ട്, അത് തീർത്തും ഇല്ലാത്ത. അപ്പം ഞാനാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നതാണ് ഇവർ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരു അനുഭവം ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ സെലിബ്രേറ്റ് ആയിട്ട് നിൽക്കുകയും എന്നിട്ട് അവർ ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നതിനോട് അതുകൊണ്ടാണ് ഞാനത് സമ്മതിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് സംസാരിക്കാതിരിക്കാനാണ് ആദ്യമേ തൊട്ട് ശ്രദ്ധിക്കുന്നത്. സ്ത്രീയോട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷേ അച്ഛൻ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നുണ്ട്. അയാൾ ഒരു പാവം അച്ഛനാണെന്ന് എനിക്കും കാണാം. പള്ളിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രതിനിധിയാണ്. അയാളുടെ വേഷം കൊണ്ട് അയാളത് കാണിക്കുന്നുണ്ടല്ലോ, അല്ലാതെ പ്രകടമായ ഒരു പോലീസുകാരനിരിക്കുന്ന പോലെ അതൊക്കെ വേഷം കൊണ്ട് അവരുണ്ടാക്കുന്നതാണ്. അപ്പം അവർക്ക് സ്വാഭാവികമായ അതോറിറ്റി ഉണ്ടാവും. ഒരാൾ ഇപ്പം ഇയാളുടെ അടുത്ത് എനിക്ക് സംസാരിക്കുന്ന സ്പേസ് ഇല്ല ശരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആധിപത്യമുള്ള അയാൾ വ്യക്തിപരമായ ആധിപത്യത്തോടെ പെരുമാറാതിരിക്കുമ്പോഴും വലിയൊരു റെപ്രസെൻറ്റേഷനാണത്, പോപ്പിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതോറിറ്റിക്ക് മുമ്പിൽ ഞാൻ അയാളെ അച്ഛനെന്നൊക്കെ വിളിക്കണ്ടേ? എനിക്കെന്താണ് അയാളെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം? ഞാനത് ആ മേഖല എനിക്കില്ല. പേര് ചോദിച്ചിട്ട് പേര് വിളിക്കത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇരിക്കാൻ ബാധ്യത വന്നപ്പോഴേ ഞാൻ ഈ പറഞ്ഞ പോലെ അത് കുതറുക എന്ന് നമ്മൾ പറയത്തില്ല, കുതറേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാണ്. അതുകൊണ്ടാണ് അപ്പോൾ അച്ഛനോട് സംസാരിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടായിരുന്നു ഞാൻ അപ്പോൾ സംസാരിച്ചൊക്കെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ മറുപടി പറയാൻ ബാധ്യത വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ ക്ഷോഭമല്ല, നമുക്ക് ക്ഷോഭിക്കേണ്ടതുണ്ട്. ക്ഷോഭമൊന്നും കാണിക്കരുതെന്ന് ആൾക്കാർ ഈ പഠിപ്പിക്കുന്നത്. അതൊക്കെ ഈ അടിമകളുടെ മൂല്യമാണ്. അനുസരണയോട് അടക്കവും അച്ചടക്കത്തോടെയൊക്കെ നമ്മൾ ഇരിക്കണം എന്നൊക്കെ ഈ ആൾക്കാരിങ്ങനെ പഠിപ്പിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കൈകാര്യം ചെയ്യാൻ പരുവത്തിലിരുന്ന് കൊടുക്കണമെന്നുള്ളതാണ് ഈ പഠിപ്പിക്കുന്നത്. അത് അങ്ങനെയല്ല. ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്കുള്ളത്, ഒരു ജീവി എന്നുള്ള നിലവാരത്തിൽ നമുക്ക് ഇമോഷൻസ് ഉള്ളത് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. അത് നിയന്ത്രണത്തോടെ ചെയ്യണ്ട എന്നുള്ള ചർച്ച മാത്രമാണ്. ഇപ്പം ഞാൻ അച്ഛനെ എണ്ണീറ്റ് പോയി അടിക്കുകയോ അല്ലെങ്കിൽ അസഭ്യം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാ, അങ്ങനല്ല, തെറ്റാണ്, അത് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അയാളെ ഞാനുമായിട്ടൊരു ഡയലോഗിന് ഞാൻ തയ്യാറല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള കുതിർന്ന സാധനം മാത്രമാണ് എൻ്റെ നീരസവും എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് ആ ഇരിക്കുന്നവരോട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹഭജനം എന്ന് പറയും. നാട്ടിലിരിക്കുന്ന ആധിപത്യമുള്ള ആളുകളെ അവർക്ക് എന്തോ റൈറ്റുകളുണ്ട്, മറ്റുള്ളവരെല്ലാം അവരെ ബഹുമാനിക്കണമെന്ന് കാണിക്കുന്ന സാധനമുണ്ട്. ജനാധിപത്യത്തിനകത്ത് പരസ്പരം ബഹുമാനിക്കാനായിട്ടുള്ള സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായ അതോറിറ്റിയുള്ള ഒരാളിരിക്കുന്നത് കാണുമ്പം അത് വിഗ്രഹഭജനത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ആ ക്ഷോഭിക്കുന്നത്. ക്ഷോഭം എനിക്ക് വന്നിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷോഭിക്കാൻ, പക്ഷേ ക്ഷോഭമൊക്കെ നമ്മൾ നിയന്ത്രിക്കത്തില്ലേ? നമ്മളെല്ലാവരും നിയന്ത്രിക്കുന്നവരല്ലേ? നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിനകത്ത് നമുക്ക് തടസ്സമായി വരും എന്ന് തോന്നുന്നിടത്തെല്ലാം നമ്മൾ അടങ്ങി ഒതുങ്ങി നമ്മളിരിക്കും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു ഉദാഹരണമാണ്, ഞാൻ എത്ര സ്വാതന്ത്ര്യമുള്ള ആളാണെന്ന് പറയുമ്പോഴും അന്യരാജ്യത്തേക്ക് പോകുമ്പം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ ഉടുപ്പ് ഒരു സകലതും പരിശോധിക്കും. അവർ പറഞ്ഞാലെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇവിടെ ഇരിക്കണം, എനിക്ക് പോകാനൊക്കത്തില്ല എന്നുള്ളത് മാത്രമേ വരുള്ളൂ. അപ്പം നമ്മൾ അനുസരിക്കാത്തവരുമല്ല, കീഴടങ്ങാത്തവരുമല്ല. പക്ഷേ അത് നമ്മുടെ ആവശ്യമായിട്ട് വരുമ്പോൾ അല്ലാത്തടത്തൊക്കെ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ റോഡിൽ നിന്നിട്ട് ഒരുത്തിന് ഉടുപ്പ് വരാൻ പറഞ്ഞാലും ഉടുപ്പ് വരത്തില്ല, തല്ലിക്കേണ്ടി വരികയാണ്, അല്ലാതെ പറ്റത്തില്ല. മറ്റേ എൻ്റെ ആവശ്യം കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിപരമായ മറ്റേതങ്ങനല്ല. നമ്മളിങ്ങനെ ക്ഷോഭിക്കുന്നതും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും പണ്ടേ തൊട്ട് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മൂല്യബോധമുണ്ട്. അനുസരണയോടെ ആളുകൾ ഇരിക്കണമെന്ന്, കീഴടങ്ങിയിരിക്കണമെന്ന് പറയുന്നത് തന്നെയാണ് അവരോട് പറയുന്ന സാധനം. അതില്ല. ഇപ്പോൾ എല്ലാ മീഡിയാസിലും മൈത്രേനെ കാണാറുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ പല യൂട്യൂബ് ചാനലിലും മൈത്രേനെ കാണാറുണ്ട്. ചിലയിടങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരോട് എന്തിനാണ് സംവദിക്കാൻ പോകുന്നത്, ഇത്തരം ആൾക്കാരോട് മൈത്രേയൻ സംസാരിക്കാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വരും. അത് മൈത്രേയൻ അല്ലാതെ തന്നെ സ്വകാര്യമായിട്ട് അനുഭവങ്ങൾ ഉണ്ടാവും. എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കാം എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്. ഒന്നിൽ എന്ന് വെച്ചാൽ അവർ ടാഗ് തന്നെ കൊടുത്തിരുന്നത് തൊട്ടാൽ കുളിക്കണം, നിന്നെ തൊട്ടാൽ കുളിക്കണം എന്നൊക്കെ മൈത്രേയൻ പറഞ്ഞു എന്നാണ്. ഞാൻ വീഡിയോ കണ്ടു നോക്കിയില്ല, അതിൻ്റെ തമ്പ് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അത്തരത്തിലൊക്കെ ഉള്ള സംവാദങ്ങളുടെ ആവശ്യം ഉണ്ടോ? അതെന്തുകൊണ്ടാണ് അതങ്ങനെ തന്നെ ചെയ്യണം? ഈ ചെറിയ ചാനലുകളും അവരുടെ എല്ലാം നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് അവരുടെ ചാനലിൻ്റെ ഇത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് അതിനകത്തുള്ളതാണ്. അപ്പോൾ അവർ നമ്മൾ പറയുന്നതൊന്നും കേട്ടിട്ട് പ്രതികരിച്ചിട്ടോ ഒന്നുമല്ല. അവർക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കുറേ കാര്യങ്ങളും ഉണ്ടാകും. ഒന്നിന് കുറേ 2-3 ചോദ്യം ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെയൊക്കെ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യും എന്ന് നമ്മളത് അറിയുന്നുണ്ടാകത്തില്ല. ആദ്യമൊക്കെ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിതിന്ന് മുഴുവൻ കേട്ടിട്ട് വളരെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാകത്തില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ദേഷ്യം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ല ദേഷ്യം അടക്കി വെച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അറിയുന്ന ആളാണ്. ഞാൻ ഒരാളെ ഉപദ്രവിക്കുകയോ ക്ഷോഭിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയോ ചെയ്യുന്നില്ല. അവിടെ ഇരുന്ന് തന്നെയാണ് ഈ പറയുന്നത്. ക്ഷോഭം കാണിക്കാനുള്ളതാണ്, അത് കാണിക്കേണ്ടതാണ്. അത് എവിടെ കാണിക്കണം, എത്ര കാണിക്കണം എന്നുള്ളത് അളവിൻ്റെ മാത്രമാണ്. പണ്ട് ഈ ഗുരുക്കന്മാരെല്ലാം ക്ഷോഭിക്കുമ്പം ധാർമ്മിക രോഷം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ദേഷ്യമാണ്. പക്ഷെ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ആക്ച്വലി? അതായത് ഇപ്പോൾ മൈത്രേയൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ മാറി നിന്നു എന്ന് പറഞ്ഞു.
പക്ഷെ മൈത്രേയൻ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏത് ജില്ലയിൽ പോയാലും മൈത്രേയനെ ഇത്തരം വീഡിയോസിലേക്ക് തൂക്കിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നപ്പോൾ മൈത്രേയനെ ഞാൻ വിളിക്കുന്നത്, മൈത്രേയൻ്റെ അടുത്ത് കുറേ കാലം കൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മൈത്രേയനെ വിളിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു സോഷ്യൽ സർവീസ് അല്ലേ? ആക്ച്വലി സോഷ്യൽ സർവീസും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടാണ്. ഇപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തകനായി ജീവിച്ച ആളല്ലേ, അതിൻ്റെ തുടർച്ചയല്ല. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടായെന്ന് കേട്ടാൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരാണെന്നുണ്ടെങ്കിൽ ആരും ഇൻവൈറ്റ് ചെയ്യാതെ അവിടെ എത്തും. അതിനെയാണ് രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് അതിൻ്റെ മേലുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നതല്ല. അത് ഇൻഫർമേഷൻ ഡിസിമിനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, അവർ ചോദിക്കുന്ന ഒരാളാണ്. റോഡിൻ്റെ സൈഡിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു വണ്ടി നിർത്തിയിട്ട് ഈ ഗുരുവായൂരിലോട്ടുള്ള വഴി ഏതാ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഒരു സോഷ്യൽ സർവീസ് ആണെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം നിങ്ങൾ എന്നെ പറ്റി പറയേണ്ടത്. ഞാൻ എന്നോട് ചോദിക്കുമ്പം മാത്രമാണ്, അല്ലാതെ ഞാൻ ഒരു ആകെ ചെയ്ത ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഞാൻ ഈ 2005 പിരിഞ്ഞതിന് ശേഷം ഒരു പുസ്തകം എഴുതിയതാണ് ഞാൻ ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ആക്ഷൻ എന്ന് പറയാനൊക്കുന്നത്. മറ്റതെല്ലാം ചോദിക്കുന്നവരോട് ഉത്തരം പറയുന്നത് മാത്രമേ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേതങ്ങനല്ല. നമ്മൾ പത്രസമ്മേളനം വിളിച്ചു കൂട്ടും, പറയാനുണ്ടെന്ന് പറയും. അങ്ങനത്തെ ഒരു ആക്ഷനും ഇപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് കേട്ടോ, അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു ഒരു കലാപം ഉണ്ടായെന്ന് പറഞ്ഞാൽ പണ്ടാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോവും, ആദ്യത്തെ ട്രെയിനിൽ കയറി എത്തും. പ്രശ്നങ്ങൾ ഉള്ളിടത്തേക്ക് യാത്ര ചെയ്യുന്നതാണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം. പ്രശ്നം ഉള്ളിടത്തേക്ക് വന്നു, പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതല്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നേ ഇല്ല. ഇപ്പം ഞാൻ പറയുന്നത്, ഒരാൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുവായൂരേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് പോലുള്ള ഒരു പറച്ചിലാണ്. അത് മനുഷ്യർക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ എനിക്കറിഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല അതിന് നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിനനുസരിച്ച് എന്താണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനത്തെ ഒരു റോളും അതിനകത്തില്ല. അങ്ങനത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലത്. ഈ തെറ്റായ ചോദ്യത്തെ ശരിയാക്കി ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ശരിക്കും മൈത്രേയൻ നടത്തുന്നത്. അപ്പോൾ അതും ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. അല്ല, അതിനകത്ത് എനിക്ക് ഇയാൾ പറയുമ്പം ഞാനൊരു കോൺഷ്യസ് ആക്ടർ എന്ന് പറയുന്നതാണ് ഈ സാമൂഹ്യവും രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടറിഞ്ഞ് നേരത്തെ ചെന്ന് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ആരും പറയണ്ട, ഫോൺ വിളിച്ച് പറയണ്ട നമ്മൾ അവിടോട്ട് എത്താനായിട്ട്. പത്രത്തിലൊരു ന്യൂസ് കണ്ടാൽ നമ്മൾ പോകും. ഇതാണ് ശരിക്കുമുള്ള. മറ്റേതങ്ങനല്ല. മറ്റേ നമ്മൾ പ്രതികരിക്കുന്നത് വഴി ഉണ്ടാകുന്നത്. അതിൻ്റെ തുടർച്ച ഉണ്ടാകുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ടാവും. ടെലിവിഷനകത്ത് എന്നെ വിളിക്കുക എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ പോവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിവിഷൻ ഒഴിവാക്കും. കാരണം അവർക്ക് എന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചർച്ചയ്ക്കൊക്കെ ഇപ്പോൾ മക്കളൊരു ബഹളം വയ്ക്കുന്ന അത്രയും എനിക്കും ബഹളം വയ്ക്കാനൊക്കെ എന്നുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ഇല്ലാത്തത്? ഞാൻ പോകാത്തതാണ്. അവർ വിളിക്കാത്തതല്ല, അവർ 1-2 തവണയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ നോളജാണ്. ഇപ്പോൾ ടെലിവിഷൻകാർക്ക് അറിയാം അങ്ങനത്തെ ഒരു സാധനത്തിനകത്ത് ഞാൻ വരത്തില്ല എന്ന് അവർക്കും അറിയാം. എന്നെ അറിഞ്ഞുകൂടാത്തവരാരുമല്ല, എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവരാണ് ഒരുവിധമുള്ള എല്ലാ ചാനലിലും ഇരിക്കുന്നവർ. അതുകൊണ്ട് അത് അവിടെ പോയി ഇപ്പം അവിടെ നടക്കുന്ന ബഹളങ്ങളിനകത്ത് എന്തായാലും സപ്ലൈ ചെയ്യാനോ എനിക്കും പറ്റും എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ചെയ്യാതിരിക്കുന്നതാണ്, കോൺഷ്യസ് ആയിട്ട് തന്നെ ചെയ്യാതിരിക്കുന്നതാണ്. അത് ഈ നിലവാരത്തിലൊരു രാഷ്ട്രീയ, അത് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പത്രം വായിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ടെലിവിഷൻ കണ്ട് ന്യൂസുകളൊക്കെ അറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതും പറയേണ്ടതും പ്രതികരിക്കേണ്ടതുമായുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പത്രം വായിക്കുന്നില്ല, ടെലിവിഷൻ കാണാറില്ല, ഇത് രണ്ടും ചെയ്യാറില്ല. ഈ ഇൻ്റർനെറ്റിനകത്തൂടെ കടന്നു വരുന്ന എനിക്കൊരു കാര്യം ആളുകളിങ്ങനെ അതിനുവേണ്ടി ഇൻഫർമേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഒരു ടെലിവിഷൻ ക്ലിപ്പ് ഇങ്ങനെ നമ്മളും കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് വെറുതെ ടെലിവിഷന് മുമ്പിൽ ഇരിക്കുക ഒന്നും വേണ്ട, കാണണമെന്നുണ്ടെങ്കിൽ മാത്രം അതൊന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു വരി കേൾക്കുമ്പോൾ നമുക്ക് നിർത്താം. അതുകൊണ്ട് ഞാൻ ഈ 2 കാര്യവും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ അങ്ങനല്ല. എല്ലാ ദിവസത്തെ പത്രം മുഴുവൻ വായിക്കും, എല്ലാ പത്രങ്ങളും വായിക്കും, ടെലിവിഷൻ മുഴുവൻ കാണുമായിരുന്നു, അവിടെ നടക്കുന്ന ഡയലോഗുകൾ മുഴുവൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുന്ന രാഷ്ട്രീയ, അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. എന്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം? അപ്പം ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ആളല്ലേ, അപ്പം ഞാനത് ചെയ്യുന്നില്ലെന്ന് എനിക്കറിഞ്ഞൂടെ, അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ സന്യസിക്കാൻ പോയ സമയത്ത് നമ്മൾ ആ സന്യാസം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുകയൊക്കെ ചെയ്തുവെങ്കിലും അതൊരു അനുഭവമാണ്.
അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്തു നോക്കുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവമൊക്കെ മൈത്രേയനെ സംബന്ധിച്ചിടത്തോളം മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം പരുവപ്പെടുത്തുന്നതിൽ ഗുണപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ആ അന്വേഷണവും അത്തരം ഒരു കാര്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയ ഒരാളാണ്. ആ തരത്തിൽ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ ആ സന്യാസം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപേക്ഷിച്ചാലും അന്ന് നടത്തിയ അനുഭവത്തിലൂടെയുള്ള യാത്ര എങ്ങനെയാണ് കാണുന്നത്? ഞാനതൊരു പഠനത്തിൻ്റെ യാത്രയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവിടുന്ന് സാധാരണഗതിയിൽ സന്യാസികളുടെ ധ്യാനവും മെഡിറ്റേഷൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്ത ആൾ എന്തായാലും ഞാൻ ഈ കിടന്ന് വെള്ളം വയ്ക്കുന്നതിൽ വെള്ളം വെച്ചുകൂടാമല്ലോ. ഇല്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടൊന്നും ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം നല്ല തെളിവല്ലേ. അപ്പോൾ അതൊന്നുമല്ല. ഞാൻ ജീവിതത്തിനെയും ലോകത്തിനെയും പണ്ട് കാലത്ത് മനുഷ്യർ മനസ്സിലാക്കിയതുപോലെ അല്ല മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് എൻ്റെ പ്രാക്ടീസസ് കൊണ്ട് തന്നെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അല്ല ഈ ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന്. ഈ ഒരു ഫ്രെയിം വർക്കിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന യുക്തികളാണ് നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുന്ന മുഴുവൻ. ജീവിതം ഇവിടെ അല്ലെന്നും സത്യം ഇവിടെ അല്ലെന്നും ഈ കാണുന്ന ജീവിതമല്ല ജീവിതം, അതിനകത്തുനിന്ന് മോചിക്കുന്നതിൻ്റെ യുക്തികളാണ് അതിനകത്തുള്ളത്. അപ്പം അങ്ങനെയേ അല്ല ജീവിതം കാണേണ്ടത് എന്നുള്ള എൻ്റെ തിരിച്ചറിവാണ് ഞാനത് ഉപേക്ഷിക്കുന്നതിന് കാര്യം. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഗുരുകുലത്തിൻ്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങിയത്. അല്ലാതെ അതിനകത്തുനിന്ന് അതിലേക്ക് ഇനി രണ്ടാമതൊരു തിരിച്ചു പോക്കോ അല്ലെങ്കിൽ ഒരു വായനയ്ക്കോ എനിക്കൊരു ആവശ്യവും ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം തീവ്രമായി ഞാനത് ജീവിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. ഇങ്ങനെയാണത്. അപ്പോൾ ഈ മോചനത്തിൻ്റെ യുക്തികൾ, അത് മോക്ഷമെന്ന് പറഞ്ഞാലും നിർവ്വാണം എന്ന് പറഞ്ഞാലും കൈവല്യം എന്ന് പറഞ്ഞാലും ഒക്കെ, ഇനി സ്വർഗത്തിലെത്തിച്ചേരുന്നതിനാലും സത്യം അറിയുന്നതെന്ന് പറഞ്ഞാലും ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാലും എല്ലാം ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മോചിക്കുന്നതിൻ്റെ യുക്തികളാണ്. ജീവിതം ദുഃഖമാണെന്നുള്ളതും എന്താണ് സംസാരസാഗരമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന യുക്തിക്കകത്തു നിന്ന് മോചിച്ച് ജീവിതത്തിനെ ഇവിടെ തന്നെയാണ് ജീവിക്കുന്നതെന്നും ഇവിടെ ജീവിക്കുമ്പം നമ്മൾ സംഭവിപ്പിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അറിയേണ്ടതെന്നും അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ചുറ്റുപാടിനെ ഇണക്കുകയും ചുറ്റുപാടിനോട് ഇണങ്ങുകയും ചെയ്യുന്ന ലോകത്തിനെ മനസ്സിലാക്കുന്നതാണ് നമ്മുടേത്. അല്ല ലോകത്തിൻ്റെ നിരാസം ഏതെങ്കിലും തരത്തിൽ മനസ്സ് നിഗ്രഹിച്ചോ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിച്ചോ അകത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒന്നുമല്ല. എല്ലാ ഇന്ദ്രിയങ്ങളും അത് എത്ര 10 മടങ്ങ് വികസിപ്പിച്ച് ഈ ലോകത്തിന് ഏറ്റവും രസകരമായി അനുഭവിക്കുന്നതിനെ പറ്റി മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് കാരണം കൊണ്ട് സ്പിരിച്വൽ എന്ന ആളുകൾ പറയുന്ന ഒരു ഏരിയയ്ക്കകത്ത് പോലും ഞാൻ അവരുമായിട്ട്, അത് ബുദ്ധൻ സഹിതം ഇങ്ങനെ അറ്റത്ത് നാരായണഗുരു വരെ ഞാൻ ഒരുപോലെ ഉപേക്ഷിച്ച ആൾക്കാരാണ്. അവരിൽ നിന്ന് എനിക്ക് പഠിക്കാനില്ല. ഞാൻ അവരുടെ ടൂളല്ല ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ആ പടിയിൽ ഉപേക്ഷിച്ച ആൾ. ഞാൻ എൻ്റെ പേര് അടുത്ത ബുദ്ധനാണ് മൈത്രേയൻ. അത് ഉപേക്ഷിച്ച ആളാണ്. പേര് റെക്കോർഡിക്കലായിട്ട് പാസ്പോർട്ടിനകത്തൊക്കെ മൈത്രേയൻ എന്നായി പോയത് കാരണം കൊണ്ട് നമുക്കത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, അത് തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലും നിങ്ങൾ ഈ പറയുന്ന ഒരു സ്പിരിച്വൽ പ്രാക്ടീസോ അതിൻ്റെ എക്സ്പീരിയൻസസോ ക്യാരി ഓവർ ചെയ്യുന്ന ഒന്നും തന്നെ എന്നിലില്ല. ഈ സ്വപ്നങ്ങളും സാഹിത്യങ്ങളും ആയിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. നമ്മുടെ കുറേ സ്വപ്നങ്ങളാണല്ലോ നമ്മൾ നന്നായിട്ട് എഴുതി വെക്കുകയും ഒരു സാഹിത്യമായിട്ട് പലതും പരുവപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി എഴുതാറുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ സാധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളാണ് ഒരുപക്ഷെ ഈ കാവ്യങ്ങളും ഈ പാട്ടുകളും ഈ കഥകളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? അത് ആദ്യകാലത്ത് അങ്ങനല്ല. കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയിൽ തന്നെയാണ് ഒരാൾ ആലോചിച്ചും ഇമാജിൻ ചെയ്തതുമായ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കവിതയിലായിരുന്നു ആദ്യം എഴുതിയതെല്ലാം. അത് കണക്ക് പഠിപ്പിച്ചാലും പാലം ഉണ്ടാകുന്നതും എല്ലാം കവിതയിലായിരുന്നു എഴുതിയിരുന്നത്. നമ്മൾ ഗണിക്കുന്ന മുഴുവനും ഗുണനപ്പട്ടിക പോലും കവിതയിലായിരുന്നു എഴുതിയിരുന്നത്. ഇതെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ പറയുന്നത് യഥാർത്ഥ ജീവിതത്തിനകത്ത് കിട്ടാത്തതിനെ പറ്റിയുള്ള ഇമാജിനേഷൻ മാത്രത്തിനകത്ത് പ്രണയിക്കുന്നവരുടെ ലോകവും സാധനവും ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിലെ കാൽപ്പനികമായ സാധനം പറയുന്നത്. ഈ കാൽപ്പനികം എന്ന് പറയുന്നത് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കിട്ടാത്തതിനെ കൊതിക്കുന്നവരായി മാറുക. മറ്റേതങ്ങനെ അല്ലായിരുന്നു. സന്തോഷത്തിൻ്റെ എക്സ്പ്രഷനായിട്ടായിരുന്നു ആദ്യകാലത്ത് അതെല്ലാം നിന്നിരുന്നത്. ആ സാധനം പോയത് ഈ തട്ട് സമൂഹം രൂപപ്പെട്ടപ്പോഴാണ്, അല്ലാത്തപ്പോഴല്ല. അതൊരു ഒരു ഒരു 10,000 വർഷത്തിനകത്തുള്ള കഥയാണ്. മനുഷ്യനുണ്ടായിട്ട് മനുഷ്യനെന്ന് പറയുന്ന ജീവി ഹോമോസാപ്പിയൻ എന്ന് പറയുന്നത് ഒരു 2 ലക്ഷം വർഷത്തിന് അപ്പുറത്തായി. 3 ലക്ഷം വരെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്.
അതിനകത്ത് ഇങ്ങേ അറ്റത്ത് ഒരു 10,000 വർഷത്തിനകത്തെ കഥയ്ക്കകത്താണ് നമ്മൾ ഈ പറയുന്ന നിയന്ത്രണത്തിൻ്റെതായ യുക്തികളും തട്ട് സമൂഹങ്ങളുടെ യുക്തികളും മറ്റുള്ളവരെ പറ്റിയുള്ള ഇത്തരത്തിലുള്ള കൺസേണും കാര്യങ്ങളും മുഴുവൻ ഉണ്ടായത്. ആകെയുള്ള മനുഷ്യ ചരിത്രത്തിന് അതെടുത്താൽ ഒരു 5 മിനിറ്റ് നേരത്തെ കഥയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് അതാണ് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ ഈ പറയുന്നത്. അങ്ങനെയല്ലായിരുന്നു. ഒരു ഗോത്രത്തിലുള്ളവർക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരിടത്ത് വെച്ച് കണ്ടാൽ ഇഷ്ടമായി കഴിഞ്ഞാൽ പെൺകുട്ടി അയാളോടൊത്ത് അങ്ങ് പോവുക ചെയ്യുന്നത്. അയാൾ സ്വാഭാവികമായിട്ട് അടുത്ത ഗോത്രത്തിനകത്ത് അവരങ്ങ് ചേരും. നമ്മുടെ ജനിതകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ മതി. അമ്മമാരുടെ എന്താണ് ഇത് മിറ്റോകോൺട്രിയ എന്നതിന് പറയും. അതിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്ന ലോകമാണ്. അല്ലാതെ ഈ നിയന്ത്രണങ്ങളുടെ ഒരു സാധനമില്ല. നിയന്ത്രണങ്ങൾ ആരംഭിക്കുന്നത് കൃത്യമായിട്ട് ജാതി തട്ട് സമൂഹങ്ങൾ. ജാതി എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ നാട്ടിനകത്താണ് നമ്മളത് പറയുന്നത്. തട്ട് സമൂഹമാണത്. തട്ട് സമൂഹത്തിനകത്താണ് തമ്മിൽ ചേരാൻ കഴിയാത്ത നിലവാരത്തിൽ. കാരണം അടിമകളും ഉടയാളരുമായിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ചേരരുതെന്ന് പറയുന്ന കാരണം കൊണ്ടാണ് ആ നിയന്ത്രണങ്ങൾ വന്നത്. അങ്ങനെയാണ് സ്ത്രീകളുടെ ലൈംഗികമായ ചോയ്സസ് ഇല്ലാതായിപ്പോയത്. തട്ട് സമൂഹത്തിനകത്താണ്. ഇന്ന് നമ്മൾ ജനാധിപത്യപരമായി ജീവിക്കുന്ന സമയത്ത് ചോയ്സസ് വീണ്ടും വരുന്നു എന്ന് പറയുന്നതാണ് പുതിയ തലം. പക്ഷേ പഴയ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നിൽക്കുന്നത് മുഴുവൻ. ഇതുകൊണ്ടാണ് നമുക്കത് വീണ്ടും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തത്, പഠിക്കാൻ അറിയുന്നത്, നമ്മുടെ അനുഭവം ഇല്ലാത്ത ക്ലാസ് റൂമുകളിനകത്ത് ഇപ്പോഴും നമ്മൾക്ക് തട്ട് സമൂഹത്തിൻ്റെ യുക്തികളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ ചില സമൂഹങ്ങളിനകത്ത് അത് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം തന്നെ ലോകത്തേക്ക് വരുന്നത് ഫാക്ടറിയോട് ബന്ധപ്പെട്ടാണ്. അത് ഒരു 250 വർഷമൊക്കെ ആയിട്ടുള്ളൂ. വീണ്ടും ഈ പറയുന്ന 10,000-നകത്ത് 250 വർഷമേ ആയിട്ടുള്ളൂ. 3 ലക്ഷം വർഷത്തിനകത്ത് വെച്ച് എടുക്കുമ്പോൾ വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ് ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുക്കാൻ ഇനി നിങ്ങൾക്ക് പറ്റും എന്ന് പറയുന്ന ബോധരൂപീകരണം നടന്നിട്ടുള്ളത്. അത് കാരണം കൊണ്ട് അതിൻ്റെ എക്സ്പ്രഷനും അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും അതിനുള്ള സാഹചര്യവും ഒരുക്കുക എന്ന് പറയുന്നത് നടന്നിട്ടില്ലാത്ത സമൂഹത്തിനകത്തുള്ള സംഘർഷമാണ് ഇയാളുടെ ചോദ്യത്തിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലവ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ഗോവയിൽ പോകാൻ ബാധ്യത വരുന്നത്. കാരണം നമ്മൾ അന്യരായിരിക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ളവരുടെ നോട്ടത്തിൻ്റെ കീഴിൽ പെടണ്ട. അതെപ്പോഴും നമുക്ക് അതുകൊണ്ട് നമ്മൾ ആ സ്ഥലം വിട്ടു പോവുക എന്ന് പറയുന്നത് വഴി ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമാണ്. കാരണം നമ്മുടെ ഐഡൻറ്റിറ്റിയെ പറ്റി മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷെ അപ്പോഴും അവിടെയും ഉള്ള നിയമങ്ങൾ അനുസരിച്ചിട്ട് വീണ്ടും നിൽക്കാൻ ബാധ്യത വരും. അപ്പോൾ എവിടെയാണോ വളരെ സ്വാതന്ത്ര്യമുള്ള സമൂഹങ്ങൾ ഉള്ളിടത്ത് പോയാൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കും. ഇപ്പോൾ ഈ പടിഞ്ഞാറൻ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ പറ്റി നമുക്ക് ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ലാത്തത് നഗരങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയെ പറ്റി വിശദീകരിക്കേണ്ടാത്തത് കൊണ്ടാണ് നഗരങ്ങളിലേക്ക് പോയിട്ട് ആളുകൾ പ്രണയിക്കും. അപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ആ സ്വാതന്ത്ര്യയോടുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ട് വളരെ കൃത്യമായിട്ട് കാണേണ്ടതാണ്. കേരളത്തിനകത്ത് പെൺകുട്ടികൾ തെക്കേ ഇന്ത്യയിൽ നിന്ന് വടക്കേ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് അവിടെയൊക്കെ സ്വാതന്ത്ര്യത്തോടെ അവർ നടക്കും. അവിടെ സ്വാതന്ത്ര്യം ഇല്ലാത്ത സമൂഹമാണ്. പക്ഷെ ഐഡൻറ്റിറ്റി അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാകും. അപ്പം നഗരത്തിനകത്ത് പോയി നമ്മൾ ആരാണെന്ന് ആരോടും പറയേണ്ടാത്ത, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാത്ത സ്പേസ് കിട്ടുന്നതുകൊണ്ടാണ് അവിടെ സ്വാതന്ത്ര്യമായിട്ടുള്ളതായിട്ട് അനുഭവിക്കുന്നത്. അല്ലാതെ അവിടെ ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അറിഞ്ഞുകൂടാത്തവർ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിന് നമ്മൾ കൺസേൺ അല്ലാത്ത കാരണം കൊണ്ട് അവരെപ്പറ്റി ഗോസിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട്, അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന സ്വാതന്ത്ര്യമാണ് നഗരം. അവിടെ കള്ളന്മാർക്ക് എക്സിസ്റ്റ് ചെയ്യാനൊക്കുന്നതെന്ന് പറയുന്നത് ചതിയന്മാർക്ക് എക്സിസ്റ്റ് ചെയ്യാനൊക്കുന്നത് പോലെ കാമിതാക്കൾക്ക് എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലേ ഉള്ളത്. അതൊരു കോൺഷ്യസ് ആക്ട് അല്ല. കോൺഷ്യസ് ആക്ട് എന്ന് പറയുന്നത് പരസ്പരം തിരഞ്ഞെടുക്കുന്നതാണ് ശരി എന്ന് പഠിക്കുന്നത് വഴിയാണ്. അതുവഴി നമ്മൾക്ക് തിരഞ്ഞെടുപ്പാണ് ശരിയെന്ന് അറിയുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാരെ വീട്ടുകാർ തെറ്റുകാരായി കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് മജിസ്ട്രേറ്റിന് മുന്നേ ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് ചോദിക്കത്തില്ലേ നിങ്ങൾ ആരുടെ കൂടെ പോകുന്നത്, അത് ഞാൻ അയാളുടെ കൂടെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും തെറ്റുകാരായി. അതുവരെ അവർ ശരിയായിട്ടിരിക്കുകയായിരുന്നല്ലേ. അതെങ്ങനെ അങ്ങനെ മാറിപ്പോയത്? ജനാധിപത്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിയമം ഈ കോടതിയിൽ ഇരിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. കോടതി ജനാധിപത്യപരമായിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ മോശമാണ്. അത് നമ്മൾ ഹെറാർക്കിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് അവിടെ ഒന്നും ജസ്റ്റിസ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നിയമം ഉണ്ടാക്കിയത് ഭരണഘടന നിൽക്കുന്നതുകൊണ്ട് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് പ്രണയിക്കുന്നവർ വിചാരിക്കുന്ന അവർ തെറ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണ് അത് ആളുകളാണ് തെറ്റ് ചെയ്യുന്നു എന്നാണ്. ഏറ്റവും ശരിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രണയിക്കുന്നതാണ് ശരി, തെരഞ്ഞെടുപ്പാണ് ശരി. അല്ലാതെ അറവ് ശാലയിലെ പശുവിനെയൊക്കെ വിൽക്കുന്നത് പോലെ അല്ല
വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കച്ചവടം പോലെ നടക്കുന്നതല്ലേ. പെണ്ണ് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് കാണുകയാണ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ, എന്തായി കാണുന്നത്? ആ ഒരു വ്യക്തിയെ തിരിച്ചറിയാനായിട്ടുള്ള എന്തെങ്കിലും മെക്കാനിസം അവിടെ ഉണ്ടോ? ഒന്നുമില്ല. അവരുടെ സാഹചര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ആ പേഴ്സണിനെ അംഗീകരിച്ചിട്ടില്ല. ഒരു വോട്ടുള്ള ഒരു വ്യക്തി രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ജനാധിപത്യത്തിൽ അറിയേണ്ടതുണ്ട്. അവർക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. അവരാണ് ശരി, അമ്മയും അച്ഛനും തെറ്റുകാരാണെന്നാണ് നമ്മൾ ഇന്ന് അറിയേണ്ടത്. നീ തിരഞ്ഞെടുത്ത ആളിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ലെന്ന് പറയുന്നത് തെറ്റുകാരാണ് അമ്മയും അച്ഛനും. അല്ലാതെ അമ്മയുടെ അച്ഛൻ്റെയും തിരഞ്ഞെടുപ്പ് അല്ല ശരി, അമ്മയുടെ അച്ഛൻ്റെ അംഗീകാരം തേടുന്നതല്ല ശരി. നമ്മൾ തിരഞ്ഞെടുത്തതിനെ അംഗീകരിക്കാൻ പഠിക്കുന്ന അമ്മയും അച്ഛനായിട്ട് മാറാൻ അറിഞ്ഞുകൂടാത്ത അമ്മയച്ഛന്മാരുടെ ഗതികെട്ട ലോകത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന സമരവും ഈ പറയുന്ന ചിലവൊക്കെ ഈ അമ്മയച്ഛനിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇയാൾ ചിലവ് ചെയ്ത് ജീവിക്കാൻ ബാധ്യത വരുന്നത്, അല്ല പ്രണയത്തിന് ചിലവുണ്ടായിട്ടല്ല. നമ്മൾ ഈ കുടുംബത്തിനകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ കുടുംബത്തിനകത്ത് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണം. അപ്പോൾ നമ്മളിത് അച്ഛനും അമ്മയൊക്കെ നമുക്കിത് കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം, പിന്നെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കിക്കാനുള്ളൊരു ബുദ്ധിയും വേണം. ഇതിനൊക്കെ ഒരുപാട് തരത്തിലുള്ള പഠനം ആവശ്യമാണ്. നമ്മളാണെങ്കിൽ ഒരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഒരു ജോലിയിലേക്ക് പോകും. അതിനുശേഷം നമ്മളിതൊക്കെ പഠിച്ചെടുത്ത് വേണം ഓരോ സമൂഹങ്ങളെ മാറ്റിയെടുക്കാൻ. പക്ഷേ ഒരു സോഷ്യൽ ഒരു സംവിധാനത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഇത് വരാതെ ഇതിങ്ങനെ പോയാൽ ഒരു തരത്തിലും റിസൾട്ട് ആവൂലല്ലോ. ഈ നമുക്ക് അച്ഛനമ്മയെ പഠിപ്പിച്ചാലും പുറത്തിറങ്ങി ജീവിക്കണ്ടേ. അപ്പോൾ ഇതെങ്ങനെ എപ്പം മാറുമെന്നാണ്? എപ്പം മാറുകയല്ല, നമുക്കൊരു 3 തലമുറയുടെ പ്രശ്നമേ സത്യത്തിലുള്ളൂ. നമുക്കത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ക്ലാസ് റൂമുകൾ ജനാധിപത്യവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും മുൻവശത്തും പുറവശത്തും ബെഞ്ചിടുന്ന ലോകത്താണ് നമ്മളുള്ളത്. ജാതി സമൂഹം നിന്നിരുന്നിടത്ത് മുൻജാതിക്കാരിരിക്കുന്നതിൻ്റെ പുറകുവശത്തെ മറ്റുള്ളവർക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് മുന്നിലും പുറകിലുള്ള ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടായത്. അതങ്ങനെ കാണാതെ പഠിക്കുന്നവരിയ്ക്കുന്നതാണെന്നൊക്കെ പിൽക്കാലത്ത് ഈ പറയുന്ന ന്യായമൊന്നും അല്ലത്. ജാതി സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് ഇതുവരെ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂളിനകത്ത് ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ വീട്ടിലേക്ക് വിടുക എന്ന് പറയുന്നതാണ് നടക്കേണ്ടത്. അത് ഇതുവരെ ആരംഭിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സംഘർഷം അനുഭവിക്കുന്നത്. വീടുകളെന്ന് പറയുന്നത് പണ്ട് തൊട്ട് രാജാക്കന്മാർക്ക് വേണ്ടി പ്രജകളെ നിർമ്മിക്കുന്ന ഇടമാണ്. ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുകയും നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിച്ച് അനുസരണ പഠിപ്പിക്കുന്ന, അച്ചടക്കം പഠിപ്പിക്കുന്ന, അടക്കവും ഒതുക്കവും പഠിപ്പിക്കുന്ന വീടുകളെ ലോകത്തുള്ളൂ. അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന വീടുകളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആധുനിക ജനാധിപത്യ ബോധത്തിനകത്ത് നോക്കിയാൽ എല്ലാ വീടും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ്. അവിടെയാണ് നമ്മൾ പോയി ജനിക്കുന്നത്. ഇയാൾക്കൊരു തിരഞ്ഞെടുക്കാനൊരു ഇത് തരികയാണെന്ന് വയ്ക്കുക, ജീവൻ, ഇയാളുടെ ഒരു ജീവൻ പണ്ട് കാലത്ത് എങ്ങനെയാണല്ലോ ജീവൻ ആകാശത്തിരിക്കും എന്നൊക്കെ. അവിടെ ഇരുന്ന് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് വീട്ടിൽ ജനിക്കും? ജനിക്കാനേ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു വീട് നാട്ടിലില്ല, ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഒരു വീടില്ല. ഇത് പഴയ ഒരു സിസ്റ്റമാണ്. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടുകളാണതല്ല, അല്ലാതെ അത് കുടുംബ ഭദ്രതയൊന്നുമല്ല, തടവറകളാണത്. തടവറയിൽ കംസൻ്റെ വീട്ട് പേടിക്കാതെ അതാണ് കൃഷ്ണനൊക്കെ ജനിക്കുന്ന പോലെയാണ് അവിടെ ജനിക്കുന്നത്. തടവറയിലാണ് ജനിക്കുന്നത്. പുറത്ത് പോയി അന്യ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന വീടുകളാണുള്ളത്. അല്ല അന്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വീടും നാട്ടിലില്ല. നമ്മുടെ ആൾക്കാരോട് മാത്രമേ ഉണ്ടാവൂ എന്ന് പഠിപ്പിക്കുന്നിടമാണ് വീടുകളല്ല. ഇതുകൊണ്ടാണ് ജനാധിപത്യ പൗരബോധം ഉണ്ടാകുന്നത് ക്ലാസ് റൂമിലേ പറ്റൂ. ഇത് ആരംഭിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ആരംഭിക്കാൻ കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് ഈ കുട്ടികൾ ചെന്ന് വീട് മാറ്റത്തില്ല, പക്ഷേ അമ്മയും അച്ഛനും മരിച്ചു പോകും. അപ്പോൾ ഈ കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ജീവിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുത്തൻ വീടുകൾ രൂപപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 3ാം തലമുറയാവേണ്ടി വരും. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യ പൗരബോധം ഇതുവരെ ഭരണഘടനയെ പറ്റി പറയാത്ത ക്ലാസ് റൂമുകളാണുള്ളത്. അവിടെ ഇതുവരെ തെരഞ്ഞെടുപ്പിനെ പറ്റി അനുവദിച്ചുള്ളൂ. പ്രണയങ്ങളെ നിഷേധിക്കുന്ന ഈ അമ്മയച്ഛന്മാരെ തന്നെ അധ്യാപകരാക്കി മാറ്റുന്ന അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുന്ന ക്ലാസ് റൂമുകൾ ആരംഭിക്കാതിരിക്കുന്നുണ്ട്. 70 വർഷം ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇന്ത്യയുടെ കാര്യമാണ് ഇത് പറയുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷമായി. പക്ഷേ ഇതുവരെ നമുക്ക് ക്ലാസ് റൂം മാറ്റാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ആളുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു 3 തലമുറ കഴിയും. 20 വർഷമാണ് നമ്മളൊരു തലമുറയെ പറ്റി പറയാറുള്ളത്. അപ്പോൾ 60 വർഷം ശരിക്കും പറഞ്ഞാൽ 3 തലമുറ കഴിയേണ്ട സമയമായി. ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട്. ഇപ്പോഴും വോട്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയമില്ലാത്ത ക്ലാസ് റൂംസാണ് ഉള്ളത്. പൗരബോധമുള്ള തിരഞ്ഞെടുക്കാനായിട്ട് 18ാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കേണ്ടവരാണ്. ഈ വോട്ട് കൊടുക്കേണ്ട ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. കാരണം രാഷ്ട്രീയം പാടില്ല എന്ന് ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കണമെന്ന് വിചാരിച്ച് അവരുണ്ടാക്കിയ ക്ലാസ് റൂമാണ് അവരുണ്ടാക്കിയത്. അവരുടെ ഉദ്യോഗസ്ഥർ ഗുംസന്മാരെ ഉണ്ടാക്കാനാണ് അവരത് ചെയ്തത്.
അവരെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് ക്രമീകരണമേ ഉള്ളൂ, സേവനമേ ഉള്ളൂ. അതിന് പറ്റുന്ന ആളുകൾ ഇതുവരെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് ഈ പഴയത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഫ്ലിക്റ്റാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് റൂമാണ് അഴിക്കേണ്ടത്. അവിടുന്ന് ജനാധിപത്യ പൗരബോധമുള്ള ആൾക്കാരെ ഈ പൗരബോധമില്ലാത്ത വീടുകളിലേക്ക് വിട്ട് അവരെ അമ്മയും അച്ഛനും അല്ലാതാക്കേണ്ടതുണ്ട്. ആ പ്രോസസ്സ് നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയ അവബോധം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്രത്തിനെ സംബന്ധിക്കുന്ന പൗരബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, സിവിക് സെൻസ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിച്ച് അവരുടെ കൺസെൻറ്റോടെ അവരോട് പെരുമാറുന്നത്, എങ്ങനെ കൺസെൻറ്റ് ലൈംഗിക ബന്ധത്തിൽ മാത്രം കൺസെൻറ്റ് ചോദിക്കുന്നതല്ല, അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ അതിരിനെ പറ്റി അതിരറിഞ്ഞു പെരുമാറുന്നതാണ് ജനാധിപത്യം. രണ്ടുപേരുള്ളിടത്ത് അതിരേതാണെന്ന്, അതിരില്ലാതെ സ്നേഹിക്കുന്നതിനെ പറ്റി പണ്ട് കാലത്ത് പറയും. അതിരില്ലാതെ സ്നേഹിക്കാൻ ഒരു കാലത്തും കഴിയില്ല, അഭിനയിക്കാനേ പറ്റുള്ളൂ. അതിരറിയുക എന്നുള്ളതാണ്. അപ്പോഴാണ് രണ്ടുപേരുള്ള വീടുണ്ടാകുന്നത്. ഇന്നും നമുക്ക് രണ്ടുപേരുള്ള വീടില്ല, ഒരാളുടെ കീഴിൽ കഴിയുന്നവരുടെ ലോകമാണുള്ളത്. ഇതുകൊണ്ടാണ് അത് കഴിയാത്തത്. അപ്പം രണ്ടുപേരുള്ളവർക്ക് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സമ്മതപൂർവ്വം ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് മാറേണ്ടതുണ്ട്. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ഈ ജനാധിപത്യം എന്നുള്ള വാക്കും തെറ്റാണ്. ജനകീയം എന്നോ ജനായത്വം എന്നൊക്കെ ഉള്ള വാക്കേ സത്യത്തിൽ ഉപയോഗിക്കാവൂ. ആധിപത്യത്തിൻ്റെ യുക്തി അതിനകത്ത് വന്നുകൂടാ. പരസ്പര സഹകരണമാണ് ജനകീയമായ സേവന വ്യവസ്ഥയ്ക്ക് വേണ്ടത്. ജനകീയ സേവന വ്യവസ്ഥ എന്നാണ് ഡെമോക്രസിയെ പറയേണ്ടത്. ജനകീയ സേവന വ്യവസ്ഥ ക്രമീകരണം നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്പറിൽ കൂടുതലുള്ള ആൾക്കാരാണ് ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ക്രമീകരണത്തിനെ ഭരണമായി തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും നമ്മുടെ ഈ ജനപ്രതിനിധികൾ പോയി ഭരിക്കാനിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഭരിക്കാനാണ് കയറുന്നതെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരു രാജാവിനെ മാറ്റി 25 രാജാക്കന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ക്രമീകരണങ്ങൾ അഴിക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒന്നും പാടില്ല. എന്താണ് ഈ സുപ്രീം? ജനാധിപത്യത്തിനകത്ത് എന്ത് സുപ്രീമാണ്? ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ്, ബ്രിട്ടീഷുകാരുടെ രാജാക്കന്മാരുടെയും കാലത്തുള്ളതാണ് ഈ സുപ്രീം കോടതിയൊക്കെ. അങ്ങനൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ അഴിക്കേണ്ടതുണ്ട്. വീട് തൊട്ട് ഭരണ സംവിധാനം വരെ അഴിച്ച് പുതിയ രീതിയിലെ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുവഴി അതിൻ്റെ ക്യാരിയേഴ്സായ, അതിൻ്റെ വാഹകരായ ആളുകളെ നിർമ്മിക്കുന്ന പ്രവൃത്തി ക്ലാസ് റൂമുകളിൽ നടക്കേണ്ടതുണ്ട്. അങ്ങനത്തെ എക്യുപ്പ് ചെയ്ത ആളുകളെ മാറ്റിയാണ് ജനാധിപത്യം ഉണ്ടാക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല, അത് ചെയ്യാൻ ഇതുവരെ കഴിയാതിരിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ ചോദിക്കുന്ന കോൺട്രഡിക്ഷൻ മുഴുവൻ വരുന്നത്. എന്തുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നു, എന്തുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കുന്നവർ നമ്മൾ കൊതിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റാതിരിക്കുന്നത്, അതിൻ്റെ സാഹചര്യം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതെ പോയതുകൊണ്ടാണ്. അത് നമുക്ക് ഇനിയും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ഈ ലോകത്ത് കുറച്ചേ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവകാശമുള്ള ഒരാളായിട്ട് നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ലോകത്ത് ഇതിപ്പോൾ അമേരിക്കയിലില്ല, ജനാധിപത്യപരമായി ഇല്ല എന്നറിയണം. അവിടെ വളരെ ഈ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന രാജാവിനെ പോലെ തന്നെ, സാമ്രാട്ടിനെ പോലെ അവരിയ്ക്കുന്നത്. അവര് 5 കൊല്ലം കഴിഞ്ഞോ അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞോ 4 കൊല്ലം കഴിഞ്ഞ് രാജാക്കന്മാരുടെ പരമ്പരയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രസിഡന്റൊക്കെ അങ്ങനെയാണ്. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയാണ്. 350 മുറിയുള്ള പ്രസിഡന്റ് മുറിയിലാണ് കേട്ടാൽ എന്തിനാണ് അവർ അതിനകത്ത് താമസിക്കുന്നത്? ഭരിക്കാനല്ല നമ്മൾ അവരെ തിരഞ്ഞെടുത്തത്. നമ്മുടെ പ്രതിനിധിയാണ്, നമുക്ക് സേവനം നൽകാനാണ് തിരഞ്ഞെടുത്തത്. നമ്മൾക്ക് വേണ്ടി ഈ ക്രമീകരണത്തിനകത്ത് ചെയ്യാൻ അവരെ വിട്ടതെന്നേ ഉള്ളൂ. ഇതൊക്കെ അഴിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത, ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഈ അഴിമതിയില്ലാത്ത സംശുദ്ധമായ കള്ളം പറയാത്ത ഒരുത്തനെ തിരഞ്ഞെടുത്ത് വിട്ടാൽ ഭരിക്കാൻ പറ്റും. അവരെ വിട്ടാൽ ഭരണമേ നടക്കൂ എന്ന് പറഞ്ഞാൽ തോക്ക് കൊടുത്തിട്ട് പ്രണയിക്കണമെന്ന് പറയുന്നവരാ. തോക്ക് വെച്ച് വെടിവെച്ചിടാനേ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് പ്രണയിക്കാൻ പറ്റത്തില്ല. ജനാധിപത്യം വസന്തമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ വസന്തമാണ് ജനാധിപത്യം. ആധിപത്യം എന്നുള്ള വാക്ക് മാറ്റണം, ജനകീയമായ അതാണ്. ജനകീയ വസന്തത്തിനെ പറ്റിയാണ്, പരസ്പര സഹകരണത്തിനെ പറ്റിയാണ്, പരസ്പര സമ്മതത്തിനെ പറ്റിയാണ്. നമ്മൾ പരസ്പരം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും കാതലായ വശം. ബഹുമാനിക്കുന്ന മേപ്പോട്ട് താഴോട്ട് അവജ്ഞയാണ് പണ്ട് കാലത്ത് പഠിപ്പിക്കുന്നത്. അതല്ല, പരസ്പര ബഹുമാനത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ നന്ദി വേണ്ട എന്നൊക്കെ പറയുന്നത് പറഞ്ഞ ആൾക്കാർ പറയും. നന്ദി അല്ല, ഗ്രേറ്റ്ഫുൾ ആകുന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾക്ക് അപ്പുറത്തിരിക്കുന്ന ആളിനോട്
ഇഷ്ടം തോന്നുന്ന നിലവാരത്തിൽ പരസ്പരം പെരുമാറുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പരസ്പര ബഹുമാനവും പരസ്പരം നന്ദി, അങ്ങനെ ആ പരസ്പരം വെക്കുമ്പോൾ മാത്രമാണ് ഈ മൂല്യങ്ങൾക്ക് മീനിങ് ഉണ്ടാകുന്നത്. അല്ലാതെ പ്രായം കൊണ്ട്, അറിവ് കൊണ്ട്, ബലം കൊണ്ട്, പദവി കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കി നിൽക്കുന്നവരുടെ മുന്നിൽ ഇരിക്കുക, അവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന യുക്തിയല്ല ജനാധിപത്യത്തിനകത്തെ ബഹുമാനം.